ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് എം ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റിയുടെ 9ാമത്തെ ചാപ്റ്ററാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമുക്കറിയാം, ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഇൻസെപ്പറബിളും റിലേറ്റീവുമായിട്ടുള്ള ഒന്നാണെന്നുള്ളത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കൾക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയോട് ചേർക്കേണ്ടത് ആവശ്യമായി തോന്നിയിരുന്നില്ല എന്നുള്ളത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലേക്ക് വരുന്നതിൻ്റെ ഒരു ചെറു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1975 ഇന്ത്യയിൽ മൂന്നാമതായിട്ട് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അന്ന് 1975 ജൂൺ 25 നിലവിൽ വരികയും 1977 മാർച്ച് 21 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇതൊരു 2 വർഷ കാലാവസ്ഥമായിരുന്നു ഈ ഒരു അടിയന്തരാവസ്ഥ നീണ്ടു നിന്നിരുന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് ആർട്ടിക്കിൾ 352 അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ത്യയിൽ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ നിലവിൽ വരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് 2 തവണയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നത്. 1962 ഇന്ത്യ ചൈന വാറിൻ്റെ സമയത്തും 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ സമയത്തും. 1971 യുദ്ധത്തിന് ശേഷം രാജ്യത്ത് ഉടനീളം അനേകം പ്രശ്നങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഉദാഹരണം പറയുകയാണെങ്കിൽ GDP വലിയ രീതിയിൽ താഴത്തേക്ക് പോകുന്നുണ്ട്, തൊഴിലില്ലായ്മ വലിയ രീതിയിൽ വർദ്ധിച്ചു, ഓയിൽ ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടായി. ഈ ഒരു സമയത്ത് തന്നെയാണ് ജയപ്രകാശ് നാരായണൻ്റെ സമ്പൂർണ്ണ ക്രാന്തി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബീഹാർ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇവിടെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും അതിനുശേഷം ഈ അടിയന്തരാവസ്ഥയെ എതിർത്ത് നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടീനെ ആയാലും അതുപോലെ തന്നെ എതിർകക്ഷിയിലും ഉണ്ടായിരുന്ന ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ഇതിനുവേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുകയുമുണ്ടായി. അപ്പോൾ എമർജൻസിയുടെ സമയത്ത് സംഭവിച്ചത്, ഒരു വ്യക്തിക്കും അവരുടെ അവകാശങ്ങൾ, ഫ്രീഡം ഇതൊന്നും വിട്ടു നൽകിയിരുന്നില്ല. എന്തിന്? പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ പോലും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി സെൻസർ ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു അടിയന്തരാവസ്ഥയുടെ സമയത്താണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന 42ാം ഭരണഘടനാ ഭേദഗതി 1976 നിലവിൽ വരുന്നത്. ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഒരുപാട് കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രിയാമ്പിൾ പഠിച്ച സമയത്ത് അതിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേ കൂടെ തന്നെ വന്ന മാറ്റമാണ് ഭരണഘടനയിലേക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു പ്രൊവിഷൻ കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. നമ്മുടെ ഭരണഘടനയിലേക്ക് ഈ ഒരു ആശയം വരുന്നത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSRൻ്റെ ഭരണഘടനയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന മറ്റ് പ്രധാന ജനാധിപത്യ രാജ്യങ്ങളായിരുന്ന USA, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൊന്നും ഇത്രയും ഇലാബറേറ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ആകെ കുറച്ചെങ്കിലും കാണുവാൻ സാധിക്കുന്നത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പൊതുവെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനൊപ്പം തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ USSRൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള റൈറ്റ്സ്, ഫ്രീഡം, ഡ്യൂട്ടീസ് ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുവാനായിട്ട് സാധിക്കുന്നതല്ല. എല്ലാം ഒരേപോലെ തന്നെ കൊണ്ടുപോകേണ്ടതാണ് എന്ന രീതിയിലായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1975 1977 നടന്നിട്ടുണ്ടായിരുന്ന ഇൻറ്റേർണൽ എമർജൻസിയുടെ സമയത്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലേക്ക് ചേർക്കപ്പെടുന്നത്. അങ്ങനെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന കാര്യം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്നുള്ളത്. 1976 കോൺഗ്രസ് പാർട്ടി ഇങ്ങനൊരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നത്. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനായിരുന്നു ഭരണഘടനയിലേക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു പ്രൊവിഷൻ സെപ്പറേറ്റ് ചാപ്റ്ററിൽ തന്നെ ആഡ് ചെയ്യണമെന്നുള്ളത്. അതിലവർ പറഞ്ഞിരുന്നത്, ഇന്ത്യയിൽ ഇവിടെയുള്ള ഓരോ പൗരന്മാർക്കും അവരുടെ റൈറ്റ്സ് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നൊരു കോൺഷ്യസ് അവർക്കിടയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരണകൂടം ഈ ഒരു റെക്കമെൻഡേഷനെ അക്സെപ്റ്റ് ചെയ്യുകയും 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ഒരു കാര്യത്തെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അന്ന് ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ട ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A. ഈ പാർട്ട് 4Aയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമാണ്, ആർട്ടിക്കിൾ 51A.
അന്ന് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡ് ചെയ്തിരുന്നത് 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോഴേക്കും 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് ഭരണഘടന നിർമ്മിച്ച സമയം ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ചെയ്ത ചരിത്രപരമായിട്ടുള്ളൊരു മിസ്റ്റേക്കായിരുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചേർക്കപ്പെടാതെ പോയത് എന്നുള്ളതാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷനെല്ലാം അതിലെല്ലാം തന്നെ അന്നത്തെ കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നതായിരുന്നില്ല. അതിലൊന്നാമതായിട്ടുള്ളതാണ് സ്വരൺ സിംഗ് കമ്മിറ്റി പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരെങ്കിലും അനുസരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിന് തയ്യാറാകാത്ത അവസരത്തിൽ അവർക്ക് മുകളിൽ പണിഷ്മെൻറ്റും പെനാൽറ്റിയുമൊക്കെ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകണമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പെനാൽറ്റിയിലെ പണിഷ്മെൻറ്റിന് വേണ്ടി ഉണ്ടാകുന്ന നിയമങ്ങളൊന്നും തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഇൻഫ്രിഞ്ച്മെൻ്റ് ആകും എന്ന രീതിയിലായിട്ട് ചോദ്യം ചെയ്യുവാനായിട്ട് പാടില്ല എന്നുള്ളൊരു റെക്കമെൻഡേഷനും അന്ന് സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് സിമിലർലി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമായിരുന്നു ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളൊരു റെക്കമെൻഡേഷൻ കൂടി സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതും അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഈ 3 കാര്യങ്ങൾ അന്നത്തെ ഗവൺമെൻറ് അംഗീകരിക്കാതെ പോകുന്നു. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 51A ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 51A A to J എന്ന പ്രൊവിഷനിലാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് 2002 86ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്ന സമയത്തേക്ക് 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടെ വന്നപ്പോൾ K എന്നൊരു ക്ലോസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 1ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് സിവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ദേശീയ പതാകേനെ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ റെസ്പെക്റ്റ് ചെയ്യുക തുടങ്ങിയവയൊക്കെ സിവിക് നേച്ചറിലുള്ളതാണ്. ഇനിയിപ്പോൾ മോറൽ സൈഡിലുള്ളതാണെങ്കിൽ ഇപ്പം സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മോറൽ നേച്ചറിലുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. രണ്ടാമതായിട്ട് വരുന്നൊരു ഫീച്ചറാണ് നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷണൽ മിത്തോളജി അല്ലെങ്കിൽ റിലീജിയൻസിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വാല്യൂസാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വേ ഓഫ് ലൈഫിന് വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രൽ ആയിട്ടുള്ള കാര്യങ്ങളെ കോഡിഫൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന കാര്യമാണ് രണ്ടാമത്തെ ഫീച്ചറായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസണുമായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരു വിദേശ പൗരൻ ഇത് പാലിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞ സമയത്ത് അത് പല ഫണ്ടമെൻ്റൽ റൈറ്റ്സും വിദേശികൾക്കുണ്ടായിരുന്നു. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും അതൊരു ഇന്ത്യൻ പൗരനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരു വിദേശ പൗരൻ ഇത് പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോൺ ജസ്റ്റിഷ്യബിളാണ്. അതായത് സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഇത് പാലിച്ചില്ല എങ്കിൽ പണിഷ് ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഇത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് നോൺ ജസ്റ്റിഷ്യബിളാണ്. ഇതിൻ്റെ ഒരു വയലേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് അതിന് നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒന്നാമത്തെ പാർട്ടിലൂടെ നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം. നാളെ നമ്മൾ ക്രിറ്റിസിസം മുതലുള്ള കാര്യങ്ങൾ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ക്രിറ്റിസിസം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രം നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. ഓക്കെ, എങ്കിൽ മാത്രം ഇത് കുറച്ചെങ്കിലും നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അതിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ക്രിറ്റിസിസംസ് വരുന്നുണ്ട്, സിഗ്നിഫിക്കൻസ് വരുന്നുണ്ട്, വെർമ കമ്മിറ്റീനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലകത്ത് ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ക്രിറ്റിസിസംസ് എന്ന് നോക്കാം. ഇതിനെക്കുറിച്ചകത്ത് പറയുന്ന ഒന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്നത് എക്സോസ്റ്റീവ് അല്ല എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ സമയങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുക, ടാക്സ് പേ ചെയ്യുക, ഫാമിലി പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന ചില ഡ്യൂട്ടീസ് എന്നുള്ളത് വോഗ് അല്ലെങ്കിൽ ആംബിഗ്യൂസ് ആണെന്നുള്ളതാണ്. അതായത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ പാകത്തിനുള്ളൊരു ക്ലാരിറ്റി ഇതിനില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നോബിൾ ഐഡിയാസ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ, കോമ്പോസിറ്റ് കൾച്ചർ, ഇങ്ങനെ പറയുന്ന ഫ്രേസസിനെയൊക്കെ തന്നെ പല രീതിയിലായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
മൂന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇത് നോൺ ജസ്റ്റിഷ്യബിൾ ആണെന്നുള്ളതാണ്. അതായത് ഇത് വേണ്ട ആൾക്കാർക്ക് പാലിക്കാം, വേണ്ടാത്തവർക്ക് പാലിക്കാതിരിക്കാം. ഇൻ കേസ് അതിവർ പാലിച്ചില്ല എങ്കിൽ അവർക്കെതിരെ യാതൊരു തരത്തിലുള്ള ആക്ഷൻസും എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ്. നാലാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഭരണഘടനയിലേക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു ഭാഗം ചേർക്കപ്പെട്ടത് തികച്ചും അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. ഫണ്ടമെൻ്റലായിട്ട് ജനങ്ങൾ പാലിച്ചു പോരുന്നൊരു കാര്യമാണിത്. ഇത് വീണ്ടും ഭരണഘടനയിലേക്ക് ചേർക്കേണ്ടതില്ലായിരുന്നു എന്നാണ് മറ്റൊരു ക്രിറ്റിസിസം പറയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് പാർട്ട് 4 അപ്പൻഡേജ് എന്ന രീതിയിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വാല്യൂസും സിഗ്നിഫിക്കൻസും ഇത് കുറച്ച് കാണിക്കുമെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നു. അത് പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കൂടെയായിരുന്നു ആഡ് ചെയ്യേണ്ടത്. ഒരിക്കലും പാർട്ട് 4 ആഡ് ചെയ്തത് ശരിയായില്ല എന്നും വിമർശകർ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അങ്ങനെ ഇത്രയുമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നേരിടേണ്ടി വന്ന ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയധികം ക്രിറ്റിസിസംസ് നേരിടേണ്ടി വന്നിട്ടും ഭരണഘടനയിൽ ഇന്നും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലനിന്ന് പോരുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഓരോരുത്തർക്കും അവരുടെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്നുള്ളത് അവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ആൻറ്റി സോഷ്യലായ അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ വാൺ ചെയ്ത് നിർത്തുന്നത് കൂടിയായിട്ടുള്ള അല്ലെ അങ്ങനെയൊക്കെയുള്ള ആക്റ്റുകളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് പറയുവാണെങ്കിൽ നാഷണൽ ഫ്ലാഗ് കത്തിക്കുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക, ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രവണതകളിൽ നിന്നും നമ്മളെ താക്കീത് ചെയ്ത് നിർത്തുന്ന ഒന്നും കൂടിയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കാര്യം. അതേപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിന് കമ്മിറ്റ്മെൻ്റൊക്കെ തമ്മിൽ ഉണ്ടാകുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ്റെ സോഴ്സായിട്ട് കൂടി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങളുടെ ഇടയിൽ വെറും ഫീലിംഗ് മാത്രമല്ല, ഇതെല്ലാം കാഴ്ചക്കാരായിട്ട് കണ്ടുകൊണ്ടിരിക്കാതെ നാഷണൽ ഗോൾസായിട്ട് കണ്ടുകൊണ്ട് അത് റിയലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ ചില നിയമങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുവാനായിട്ട് നമ്മുടെ കോടതികളെ സഹായിക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ ഇത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എങ്കിൽ കൂടെ പാർലമെൻറ്റിന് നാളെ ഒരു സമയത്ത് പാർലമെൻറ്റ് അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയൊക്കെ നിയമങ്ങളായിട്ട് ഇവിടെ എൻഫോഴ്സ് ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതായത് നാളെ ഒരു കാലത്ത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള നിയമമായിട്ട് മാറുകയില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. നാളെ ഒരു കാലത്ത് അന്ന് ആ ഒരു ഗവൺമെൻറ്റിന് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലുള്ള കാര്യങ്ങൾ നിയമമായിട്ട് മാറ്റണമെങ്കിൽ അവർക്കത് സാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ദിരാഗാന്ധി ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ഒബ്സർവേഷൻ കൂടി നമുക്ക് നോക്കാനുണ്ട്. ആ കമ്മിറ്റിയാണ് വെർമ കമ്മിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് നോൺ ജസ്റ്റിഷ്യബിൾ ആണെങ്കിൽ പോലും അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് എല്ലാം പാർലമെൻറ്റിന് നിർമ്മിക്കുവാനായിട്ട് സാധിക്കുമെന്ന്. ആ ഒരു കാര്യത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് ഗവൺമെൻറ് 1999 അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ് വെർമ കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയുള്ള നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ഓഫ് നാഷണൽ ഹോണർ ആക്ട്. ഇത് നമ്മുടെ ഭരണഘടനയെയും നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളെ വിലക്കുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് ഭാഷ, റേസ്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുകയാണെങ്കിൽ അതിനെതിരെ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്. ഇവിടുത്തെ ജനങ്ങളുടെ കാസ്റ്റും റിലീജിയനും തുടങ്ങിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒഫൻസസുകൾ പണിഷ് ചെയ്യുവാൻ വേണ്ടി അതിനകത്ത് പ്രൊവിഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നാലാമതായിട്ട് നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ നാഷണൽ ഇൻ്റഗ്രേഷന് പ്രെജുഡീഷ്യൽ ആയിട്ടുള്ള അസേഷൻസ്, ഇമ്പ്യൂട്ടേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഈ IPCയുടെ കീഴിൽ പല പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെതിരെ നിയമ നടപടികളൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അഞ്ചാമതായിട്ടുള്ളതാണ് UAPA അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967. ഇത് കമ്മ്യൂണൽ ഓർഗനൈസേഷൻസിനെ അൺലോഫുൾ അസോസിയേഷനായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് നിരോധിക്കുന്നതൊക്കെ നമ്മുടെ UAPA ആക്ട് പ്രകാരമാണ്.
ആറാമതായിട്ട് വരുന്നതാണ് 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് പാർലമെൻറ്റിലെ MPs അല്ലെ MLAമാരെ കറപ്റ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് മതം ഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഏഴാമതായിട്ടുള്ളതാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇതെന്ന് പറയുന്നത് വന്യജീവികളെ സംരക്ഷിക്കാനും അവയുടെ അൺലോഫുൾ ആയിട്ടുള്ള ട്രേഡിനെയൊക്കെ നിരോധിക്കുവാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. പിന്നീട് എട്ടാമത്തെ അവസാനത്തെയാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 എന്ന് പറയുന്നത്. ഇത് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ഡീഫോറസ്റ്റേഷൻ ചെക്ക് ചെയ്യുവാനും വനഭൂമി ഇതര പ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്നത് തടയാനുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ് 1980 ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഡയറക്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ള കാര്യങ്ങൾ ഇവിടെ നിയമമായിട്ടില്ലെങ്കിലും ഇതിൻ്റെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ പല രീതിയിൽ നിലവിലുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്കിതൊരു മുന്നോട്ടൊക്കെ കൊണ്ടുപോകൽ പ്രാക്ടിക്കലി പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും പറയുക കേട്ടോ. ഓക്കെ, താങ്ക് യു.